പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ചിരുന്നത് അമേരിക്കൻ നിർമ്മിത അത്യാധുനിക M4 റൈഫിളുകളാണെന്ന് കണ്ടെത്തി. ശാസ്ത്രീയ പരിശോധനയിലാണ് കണ്ടെത്തൽ. അതിനിടെ തുടർച്ചയായ 11ാം ദിവസവും നിയന്ത്രണ രേഖയിൽ പാക് വെടിവെപ്പ്. ബാരാമുള്ള, പൂഞ്ച്, കുപ്വാര, മെന്ത തുടങ്ങിയ 8 ഇടങ്ങളിലാണ് വെടിവെപ്പുണ്ടായത്. തിരിച്ചടിച്ചതായി സൈന്യം. ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി ഇന്ത്യ. ബംഗ്ലിഹാർ ഡാമിൽ നിന്ന് ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്താൻ ഇന്ത്യയുടെ തീരുമാനം. കിഷൻഗംഗ ഡാമിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നതിന് ഉടൻ നടപടിയെടുക്കുമെന്നാണ് സൂചന. വാർത്തയുടെ വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അതിനിടയിലാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ ഭീകരർ ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത അത്യാധുനിക തോക്കുകളായ M4 തോക്കുകളാണെന്നാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പ്രധാനമായും 2021 മുതൽ അഫ്ഗാനിസ്ഥാനിൽ ഈ അമേരിക്ക ഉപയോഗിച്ചിരുന്ന തോക്കുകളായിരുന്നു. അത് എങ്ങനെ ഈ ഭീകരരുടെ കയ്യിലെത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിച്ചു വരികയാണ്. ഇത് ശാസ്ത്രീയ പരിശോധനയിലാണ് ഇത് നിലവിൽ ഇപ്പോൾ അമേരിക്കൻ ആധുനിക അത്യാധുനിക തോക്കുകളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭീകരർക്ക് ഏത് രീതിയിലാണ് ഈ തോക്കുകൾ ലഭിച്ചത് എന്നുള്ള തുടർന്നുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിച്ചു വരുന്നത്. അതേസമയം തന്നെ തുടർച്ചയായ 11ാം ദിവസവും ഈ പാക് പ്രകോപനം, ഈ നിയന്ത്രണ രേഖയിൽ വീണ്ടും ഒരു പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രധാനമായും ബരാമുള്ള, കുപ്വാര തുടങ്ങിയ നിയന്ത്രണ രേഖയിലാണ് വീണ്ടും ഒരു പാക് പ്രകോപനം. ഇതിൽ ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്നതാണ് ഇന്ത്യൻ സൈന്യം നൽകുന്ന വിവരം. അതേസമയം തന്നെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭീകരർ ഈ പീർപൂഞ്ച് മേഖലയിലാണെന്നാണ് ഇപ്പോൾ IB റിപ്പോർട്ടുകളെല്ലാം ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ വ്യാപകമായ തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ സൈന്യം നടത്തി വരുന്നത്. എന്തായാലും ഈ ഭീകരർ ഈ പാക് അധീന കാശ്മീരിലേക്ക് കടന്നിട്ടില്ല എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ IB റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം തന്നെ ഈ ഭീകരർക്ക് സഹായം നൽകുന്ന പ്രാദേശിക ആളുകളെ സംബന്ധിച്ചുള്ള ആളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ സുരക്ഷാ സേന പുറത്തുവിട്ടിട്ടുണ്ട്. ഏകദേശം 2800ഓളം പേരെയാണ് ഇപ്പോൾ നിലവിൽ ദേശീയ സുരക്ഷാ ഏജൻസി കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അത് പ്രധാനമായും ഈ ഭീകരർക്ക് പ്രാദേശിക സഹായം, ഭക്ഷണമടക്കമുള്ള പ്രാദേശിക സഹായം നൽകുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ 2800ഓളം പേരെ ഇപ്പോൾ NIA കസ്റ്റഡിയിലെടുത്തത്. അതേസമയം തന്നെ ഭീകരർ ഒളിച്ചിരുന്ന താവളത്തെക്കുറിച്ച് IB റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വനമേഖലയിൽ വ്യാപക തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് സൈന്യം എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തിരുന്നു. അതേസമയം തന്നെ പാകിസ്ഥാനെതിരെയുള്ള നടപടി അത് അടുത്ത ഘട്ടത്തിലേക്കും കടുപ്പിക്കുന്നു എന്ന വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിന്ധു നദീതട കരാറിൽ കൂടുതൽ നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു. അത് പ്രധാനമായും ബാംഗ്ലിഹാർ ഡാമിൽ നിന്ന് ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്തിവെക്കാനാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യ ആലോചിക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ 50ലധികം വരുന്ന എഞ്ചിനീയർമാരെ ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഈ വിവരം അല്ലെങ്കിൽ ഈ കരാർ ലംഘിക്കുന്നതും കൂടുതൽ ജലം പാകിസ്ഥാനിൽ എത്തുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കാനാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കിഷൻഗംഗ ഡാമും ഇതുപോലെ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ആലോചനയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പും കരവ്യോമ നാവികസേന തയ്യാറെടുക്കുന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. കരയിൽ പ്രധാനമായും അറബിക്കടലിൽ ഇപ്പോൾ നേവൽ ഫയറിംഗ് നടത്തി നാവികസേനയും അതുപോലെ തന്നെ പടക്കോപ്പുകൾ എത്തിച്ച് കരസേനയും ഈ വ്യോമസേന യുദ്ധവിമാനങ്ങൾ, റഫാൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ അഭ്യാസ പ്രകടനം നടത്തി ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ മുന്നോട്ട് വരുന്നു. എന്നാലും പഹൽഗാം ഭീകരാക്രമണം ബന്ധപ്പെട്ട് ഇപ്പോൾ 3 സേനയും സജീവമായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പിന് മുന്നിട്ടിറങ്ങുന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആതിര.